ഇന്നൊരു ഇമോഷണൽ ആയിട്ടൊരു ഡേ ആണ്. ഞാൻ കുറച്ചുകൂടെ ബോൾഡ് ആയിട്ട് നിന്ന് വേണ്ടി അവിടെ വന്നിട്ട് പുള്ളിക്കാരിനെ ഇങ്ങനെ തിരിഞ്ഞു തുറച്ചു ഞാൻ പ്രതികരിക്കാനുള്ള ഒരു അവസരം ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമായിരുന്നു ഓഗസ്റ്റ് 2. പാറപ്പള്ളി ധ്യാനത്തിന് പോയതാണ്. ഹായ് ഗൈസ്, ഹൗ യു ഡൂയിങ്? ഇന്നൊരു ഇമോഷണൽ ആയിട്ടൊരു ഡേ ആണ്. നമ്മുടെ ബേബിയുടെ കാതുകുത്താണ് ഇന്ന്. എനിക്ക് നല്ല സന്തോഷമാണ്. ഞാൻ കുറേ നാളായിട്ട് ഞാനും ഇച്ചായനും കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു ദിവസമാണ്. അതോടൊപ്പം തന്നെ വിഷമമുണ്ട്. അവള് വേദനിക്കുന്ന കാണാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം. ഞങ്ങളുടെ ടൗണിൽ നിന്നും 2 hours ട്രാവൽ ചെയ്ത് റെജീനയിലുള്ള ബെലേസ മോഡ എന്നുള്ള ജ്വല്ലറി സ്റ്റോറിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുഞ്ഞിനെ അറിയത്തില്ല എൻ്റെ ബേബിയുടെ കാതുകുത്ത്. അവിടെ നമ്മൾ നേരത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടായിരുന്നു കേട്ടോ പോയത്. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ ചെന്നപ്പോഴേ നമ്മുടെ നെയിമും ബേബിയുടെ നെയിമും ഒക്കെ നോട്ട് ചെയ്യുമായിരുന്നു. അതായത് ഫോൺ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തപ്പോൾ ഉള്ള സെയിം ആൾ തന്നെയാണോ എന്നൊക്കെ കൺഫേം ചെയ്യുമായിരുന്നു. പിന്നെ ഈ ഒരു ജ്വല്ലറി സ്റ്റോറിൽ 6 months+ ആയിട്ടുള്ള ബേബീസിന് മാത്രമേ കാതുകുത്താൻ പറ്റത്തുള്ളൂ. അതും അവർ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടാവണം. വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞിട്ട് 2 weeks കഴിഞ്ഞിട്ടേ കാതുകുത്താൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ കാതുകുത്താൻ ചെല്ലുമ്പോൾ നമ്മുടെ ബേബിയുടെ ഹെൽത്ത് കാർഡ്, പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ ID മസ്റ്റായിട്ടും കരുതണം. അതേപോലെ നമ്മളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കണം. നമുക്കിത് ചെയ്യുന്നതിൽ കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ്, നമ്മുടെ ഡീറ്റെയിൽസും കൊച്ചിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മളിങ്ങനെ എഴുതി കൊടുക്കണം. അങ്ങനെ ആ സമയം എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ 2 പേരും നല്ല നെർവസ് ആയിരുന്നു. അവൾക്ക് പിന്നെ ഇതെന്താ സംഭവിക്കണേന്നൊന്നും ആദ്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആദ്യം ഇങ്ങനെ മാർക്ക് ചെയ്യുമല്ലോ, അപ്പം തന്നെ അവൾക്ക് ഇങ്ങനെ ഒരു ചെറിയ ഡൗട്ട് അടിച്ച് ഇതെന്താ സംഭവിക്കണമെന്നുള്ള രീതിയിൽ. പിന്നെ ആ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു അവളെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ അറിയത്തില്ല എന്നൊക്കെ. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ഡിസ്ട്രാക്റ്റ് ചെയ്തിരുന്നു. അപ്പം ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് നോക്കിയേ ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് അത് കാണുന്നത് തന്നെ. കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ പിടിവിട്ട് പോയേനെ. എൻ്റെ കയ്യിൽ കൊച്ചിരുന്ന കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ ഒരു സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടിരുന്ന് അവളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കാരണം നമ്മൾ തകർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊച്ചും തകർന്നു പോകുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല സ്ട്രോങ് ആയിട്ടായിരുന്നത്. ഞാൻ സത്യത്തിൽ വിചാരിച്ച ഞാൻ പിടിവിട്ടുപോയി മാക്സിമം കുളവാക്കി കരയുമെന്നാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. എന്നാൽ നല്ലപോലെ വിഷമം വന്നു കേട്ടോ. അവളിങ്ങനെ കരയണ കാണാൻ ഒട്ടും കഴിയത്തില്ലായിരുന്നു. ഇത് ഞാൻ പറയണ പോലെ അല്ലല്ലോ. ഇത് ഏത് ഭാഷ? അങ്ങനെ അത് കഴിഞ്ഞു. ആ കാത് കുത്തിയ സമയത്ത് കരഞ്ഞതല്ലാണ്ട് ആള് അത് കഴിഞ്ഞിട്ട് ഓക്കെ ആയിരുന്നു കേട്ടോ. എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേ. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. പിടിക്കേണ്ടത് കൊണ്ട് ഞാൻ എന്താ പറയാ, ഞാൻ കുറച്ചുകൂടെ ബോൾഡ് ആയിട്ട് നിന്ന്. അതുകൊണ്ട് അവളും കുറച്ചു നേരം കരഞ്ഞു. അതുകൊണ്ട് അതെ അതെ അതെ, ആ പുള്ളിക്കാരത്തി നൈസായിരുന്നു കേട്ടോ. പുള്ളിക്കാരത്തി നല്ല ഇതായിട്ട് പറഞ്ഞു. സുന്ദരി ഗേളായല്ലോ എന്റെ കുഞ്ഞ്. എനിക്ക് പേടിയാ. കമ്മലൊക്കെ ഇട്ട് തുന്തരിയായല്ലോ. വെറുതെ ഇരിക്കുമ്പോ ഞങ്ങള് നേരത്തെ ചുന്തിരിയായിരുന്നു, ഇപ്പോഴും ചുന്തിരിയാ.
അങ്ങനെ കാതുകുത്തിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പെണ്ണിനും പാല് കൊടുത്ത് ഞങ്ങൾക്കും എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഐഡൈൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ പോയി നല്ല സൂപ്പർ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അത് വന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. പെണ്ണന്നേരം അമ്മേനെ ചുറ്റിപ്പറ്റി ഇരിക്കുവാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞങ്ങളൊരു മാംഗോ ലസ്സിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയത് കോൺവോൾ സെൻറ്റർ എന്ന് പറഞ്ഞൊരു മോളിലേക്കാണ്. അതെ, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് ഇറങ്ങിയതാ ഞങ്ങള്. എൻ്റെ കുഞ്ഞിൻ്റെ കമ്മൽ എന്തിയേ? കാണാൻ മേലല്ലോ, കാണാൻ പോലും ഇല്ലാത്ത പീക്കിരി കമ്മലാണല്ലോ. ഇരിക്കണോ എനിക്ക്? അമ്മ ഇടുന്ന പോലത്തെ കമ്മലാ കുഞ്ഞിൽ നിന്ന് കിട്ടിയത്. പിക്കിരി പിക്കിരി. എൻ്റെ ഐബ്രോ പെൻസിൽ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ സെഫോറയിൽ കയറി ഒരു ഐബ്രോ പെൻസിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ഐബ്രോ പെൻസിൽ തന്നെ കിട്ടി കേട്ടോ. അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അതേപോലെ കുഞ്ഞിൻ്റെ കാതിൽ നിന്ന് ചെറുതായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ടായിരുന്നു. അതപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ഉണ്ടാവും കുറച്ച് ദിവസത്തേക്ക് എന്നുള്ള കാര്യം. അത് കഴിയുമ്പോൾ അത് ഹീലായിക്കോളും എന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ കുറച്ച് സൺഗ്ലാസ് ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഗുച്ചിയുടെയും വെർസാഷയുടെയും ഒക്കെ ഒരു ബ്രാൻഡഡ് സൺഗ്ലാസ് എടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നത് നടന്നില്ല. പക്ഷേ ഭയങ്കര ഒരു സൂപ്പറാണ്. ഇച്ചിരി വിഷയം. ഈ സൺഗ്ലാസ് കണ്ടോ, അടിപൊളിയല്ലേ? നല്ല ഗെത്ത് ലുക്കില്ലേ? പക്ഷേ ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. $700. ദാറ്റ് മീൻസ് 42,000 ഇന്ത്യൻ റുപ്പീസ്. ഇന്ത്യ മേടിച്ചു തരും അമ്മയ്ക്ക്. അങ്ങനെ എപ്പോഴേലും ഒരു ദിവസം ഈ സൺഗ്ലാസ് വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ആ മോളിൽ തന്നെയുള്ള അർബൻ പ്ലാനറ്റിൽ പോയി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇന്ന് അത്ര വലിയ സെലക്ഷനൊന്നും ഇല്ലായിരുന്നു. പിന്നെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ പോയത് നമ്മുടെ കോസ്കോയിലേക്കാണ് കുറച്ച് ഗ്രോസറി വാങ്ങിക്കാൻ. എൻ്റെ കൂടെ ഗൈസുമുണ്ട്. കോസ്കോ എന്ന് പറഞ്ഞാൽ നമുക്ക് ബൾക്കായിട്ട് ഗ്രോസറി ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നൊരു ഗ്രോസറി സ്റ്റോറാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും അത്. അത് തന്നെ എടുക്കുന്ന സെക്ഷൻ എത്തിയിട്ടുണ്ട്. വണ്ടികളുടെ സെക്ഷൻ. അയ്യോ, ഉണ്ടോന്നോ? കളക്ഷൻ ഉണ്ടല്ലേ? ഏതൊക്കെ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞേ. അതെ, പോർഷയുടെ കളക്ഷനാണ്. കിട്ടി തൂക്കി. യോ, അത് നൈസാട്ടോ. പക്ഷേ കൊള്ളാവേ, കൊള്ളാം. 23.99. എൻ്റെ വക ഗിഫ്റ്റ് കാണിച്ചേ. എൻ്റെ വക ഗിഫ്റ്റ് കൊള്ളാമല്ലേ ഗൈസ്? മെർസിഡീസ് ബെൻസിന്റെ ഫെറാറിയുടെ ഇനി വലുതായി കഴിയുമ്പോഴത്തേക്ക് അമ്മ മേടിച്ചു തരാം കേട്ടോ കുഞ്ഞിന്. ഈ വീഡിയോ കാണിച്ചിട്ട് കുഞ്ഞു പറയും, അമ്മ എൻ്റെ അടുത്ത് പണ്ട് എപ്പോഴോ പറഞ്ഞായിരുന്നു. കാലിക്കറ്റിക്ക് പോയപ്പോഴും സംഭവിച്ചായിരുന്നു. ഞങ്ങള് വണ്ടി വിട്ടു പോവുക. അപ്പം സൈഡിലൊരു ദൂരെ നിന്ന് കാണാം, സൈഡിൽ നിന്ന് ഒരു ട്രക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ ഫ്രണ്ടിലൊരു കറുത്ത വണ്ടി ഒരു പുള്ളിക്കാരി പോവാ. സൈഡിലെ ട്രക്ക് വരുന്നത് 2 ലൈനുണ്ട്. അപ്പൊ ഞങ്ങള് പോകുന്ന ലൈനിന്റെ ഫ്രണ്ടിൽ തന്നെ പുള്ളിക്കാരി. ട്രക്ക് സൈഡിൽ നിന്ന് കയറി വരുന്നത് കണ്ടിട്ട് ഇപ്പൊ ഞാൻ ലൈൻ മാറി സൈഡിൽ കൂടെ കയറി പോകാൻ തുടങ്ങുക. അപ്പൊ ഈ പുള്ളിക്കാരത്തി ഞാൻ ദൂരെന്ന് ഞാൻ കണ്ട് ട്രക്ക് വരുന്നത് സൈഡിൽ നിന്ന്. ഈ പുള്ളിക്കാരി കണ്ടില്ലെന്ന് തോന്നുന്നത്. ഞാൻ തൊട്ട് സൈഡിലെത്തിയപ്പോ പുള്ളിക്കാരി നേരെ എന്റെ ഫ്രണ്ടിലോട്ട് ഒറ്റ വെപ്പ് വെച്ചിട്ട് ബ്രേക്ക് ചവിട്ടി. 110 പൊക്കോണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി സ്ലോ ആക്കി. അപ്പൊ അത് കഴിഞ്ഞപ്പോ അത് കണ്ടിട്ട് ഞാൻ ഹോൺ അടിച്ചപ്പോ പെട്ടെന്ന് പുള്ളിക്കാരി വണ്ടി മാറ്റിയിട്ട് ഞാൻ കയറി പോവാൻ നേരം തള്ള വലിയ കാര്യത്തിൽ മറ്റേ പ്രതികരിക്കണമല്ലോ, അതിന് പ്രതികരിക്കണമല്ലോ. പ്രതികരിക്കാൻ വേണ്ടി അവിടെ വന്നിട്ട് പുള്ളിക്കാരിനെ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞ് തുറച്ചു നോക്കി. പുള്ളിക്കാരി മൈൻഡ് പോലും ചെയ്തില്ല. അല്ല, രസം വെച്ചാൽ പ്രതികരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കുറിച്ച് പുള്ളിക്കാരിനെ നോക്കി പഠിപ്പിച്ച പുള്ളിക്കാരി കണ്ടുപോലും ഇല്ല. പ്രതികരിക്കാൻ കിട്ടുന്ന ഒരവസരം ഇപ്പോഴും അതെ, ആ പുള്ളിക്കാരിനെ നോക്കി പഠിപ്പിച്ചു. പുള്ളിക്കാരി കണ്ടുപോയില്ല. പുള്ളിക്കാരി കണ്ടുപോയില്ല. വേണം ഈ പുള്ളിനെ പഠിപ്പിച്ചു. അതൊക്കെ അത്രേ ഉള്ളൂ അല്ലേ ഗൈസ്? അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് അടിപൊളി ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് വസ്കാന സെൻറ്റർ. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാർലമെന്റ് ബിൽഡിംഗ് ഇങ്ങനെ കാണാൻ പറ്റും. സോ ഇന്ന് നമ്മുടെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പെണ്ണിന്റെ കാതുകുത്തി
ഞങ്ങൾക്കും ഭയങ്കരമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമായിരുന്നു. കാരണം ഇത് ഞങ്ങള് എന്നാ പറയാ ഭയങ്കര ഇമോഷണൽ പ്ലസ് ഹാപ്പി. അതെ അതെ, ഞങ്ങൾ കുറെ നാൾ, അത് എനിക്കൊന്ന് 3 months തൊട്ട് ഞങ്ങൾ എല്ലാവരുടെ അടുത്തും ചോദിക്കാം ഞങ്ങൾക്ക് കാതുകുത്താൻ പറ്റുമോ, കൊച്ചിന്റെ കാതുകുത്താൻ പറ്റുമോ എന്ന്. പക്ഷെ അന്നേരമൊക്കെ എല്ലാരും പറഞ്ഞ് 6 months ഒക്കെ ആവുമ്പോഴാണ്, കുറച്ച് ഞങ്ങൾ റിസർച്ച് ഒക്കെ ചെയ്തപ്പോ 6 months ഒക്കെ ആയിട്ട് കുത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നിങ്ങനെ എല്ലാരും പറഞ്ഞു. പിന്നെ കുറച്ച് സ്റ്റഡികൾ നടത്തിയപ്പോൾ കേട്ടോ മൈക്കിപ്പോ ഓക്കെ വ്യൂവേഴ്സിന്റെ അടുത്തിട്ട് ഹായ് പഞ്ഞി, വ്യൂവേഴ്സിന്റെ അടുത്തിട്ട് ഹായ് പഞ്ഞി, ആ ഹായ് പഞ്ഞി. അത്ര താല്പര്യമില്ലെന്ന്. അപ്പോ ഈ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് August 2-ാം തീയതി. August 2-ാം തീയതി എവിടെ? ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പം 2-ാം തീയതി എന്നെ പരിപാടി. അപ്പൊ എനിക്ക് കിട്ടിയ മറുപടി August 2-ാം തീയതി ഞാനും എന്റെ കുടുംബം ധ്യാനത്തിന് August 2-ാം തീയതി ശനിയാഴ്ച ധ്യാനത്തിന് പോകുന്നതിന് കാത് കുത്താൻ പോയി ഞങ്ങള്, അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും കാത്തിരിക്കുക. Till then, bye bye. ബൈ. അതിനുള്ള മൂടില്ല. അതെ, എന്നാ ഞങ്ങള് വേഗം വീട്ടിൽ പോട്ടെ. ഓക്കെ, ബൈ.